ഒരുത്തൻ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. മനപരിവർത്തനം ഉണ്ടാകുക, നിർബന്ധിതമായി മതം മാറ്റുക എന്നുള്ളതല്ല. മനപരിവർത്തനം ഉണ്ടായി ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ തുടക്കം അങ്ങനല്ല. ഇസ്ലാം എന്നുള്ളത് ഈ വാളുകൊണ്ടാണ് ശരിക്കും ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. ആശയം പറഞ്ഞ ആശയം അംഗീകരിക്കാത്തവരെ വാളുകൊണ്ടാണ് പ്രചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രം പഠിക്കുമ്പോൾ ഖുർആനും ഹദീസുകളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കാണാതെ നമുക്ക് അള്ളാഹുവിനും അതുപോലെ തന്നെ പ്രവാചകനും അനുകൂലമായിട്ട് ചിന്തിക്കാത്ത ആളുകളെ, ആ നിലയിൽ മതം മാറുവാൻ വൈമനസ്യമുള്ളവരെ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഹദീസുകളിലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിനൊക്കെയാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ IAS മേഡം ദിവ്യ രംഗത്ത് വന്നായിരുന്നു. ഈ പറയുന്നത് നല്ല ജിഹാദുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലെസർ ജിഹാദുണ്ട്, ഗ്രേറ്റർ ജിഹാദുണ്ട്. ISIS-കാരും ലഷ്കർ-ഇ-തൊയ്ബയും ഫുലാനി ഗ്രൂപ്പുകൾ ഇവരെല്ലാവരും പറയുന്നത് ഗ്രേറ്റർ ജിഹാദ് എന്ന് പറയുന്നത് എല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകനും കീഴടക്കി കപ്പ കൊടുക്കുന്നത് വരെ, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വിശ്വാസം വിട്ടുപോയവരെയും ആ നിലയിൽ തീർക്കാനുള്ള കാര്യമുണ്ടെന്ന് നിങ്ങളുടെ ആളുകൾ തന്നെ പറഞ്ഞ വീഡിയോസൊക്കെ പുറത്തറിയുന്നതാണ്. ജിഹാദ് തന്നെയാണ്. നിങ്ങൾ അത് ലെസർ ജിഹാദാണ്, അത് എന്താണ് ചെറിയ ജിഹാദാണ്, അത് നമുക്ക് തന്നെ ആക്രമണം വന്നാലാണ് തിരിച്ചടിക്കേണ്ടത് എന്നുള്ള നിലയിൽ മുജാഹിദ് കൊണ്ടത് പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഇസ്ലാമിക ദൈവശാസ്ത്രമൊക്കെ കാര്യമായി പഠിച്ചിട്ടുള്ള ISIS-ന്റെ ആളുകളൊക്കെ, അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുകളൊക്കെയാണ് ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത്. അവർ കൃത്യമായിട്ട് പറയുന്നത് അങ്ങനല്ല, ആ നിലയിലല്ല അത് പറയുന്നത്. യുദ്ധം ചെയ്യുന്നതൊക്കെ മതത്തിന് വേണ്ടി തന്നെയാണ്. മതം മാറാൻ പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ മതത്തിന് കീഴടങ്ങാത്തവരെയൊക്കെയാണ് കൊല്ലാനും അവരോട് യുദ്ധം ചെയ്യാനൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് പറയുന്നുള്ളത് ഞാൻ അത്ര കാര്യമായി അതൊക്കെ പറയുന്നില്ല. അപ്പൊ അൻസാരി പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ആ ജിഹാദൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. കൃത്യമായിട്ടും ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയുള്ള ആ ജിഹാദുകൾ ഇന്ന് നടക്കുന്നില്ലേ? ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇസ്ലാമിക രാഷ്ട്ര സ്വപ്നം കണ്ടുകൊണ്ട് ഇപ്പോഴവർക്ക് അങ്ങനെയില്ല, ആ തീവ്രത അവർക്ക് ഇല്ലാന്നൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പലരെയും കുറിച്ച് പറയുമെങ്കിലും പലരും ഇപ്പോഴും ഇസ്ലാമിക രാഷ്ട്ര സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പോട്ടെ, നമ്മുടെ ലീഗിന്റെ ഉള്ളിലെ ആളുകൾക്ക് തന്നെ, KM ഷാജി പോലുള്ള ആളുകൾക്ക് തന്നെ അങ്ങനെ രാഷ്ട്ര സ്വപ്നം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മതം തന്നെയാണ് ഞങ്ങളുടെ അജണ്ട, മതം തന്നെയാണ് ഞങ്ങളുടെ വിഷയം. ഷാജി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഈ പിള്ളേരുണ്ടാകുക, അങ്ങനെ മതം വളർത്തുക എന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. സുവിശേഷം കേട്ട് ആളുകൾ ക്രിസ്തുവിലേക്ക് വരട്ടെ എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ കൺവേർഷൻ ചെയ്യുന്നതിന് ഒരു കാര്യം പരിശോധിച്ച് നോക്കിയോ എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നത്, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെ ഒരു മനപരിവർത്തനം ഉണ്ടായി ആളുകൾ ക്രിസ്തുവിലേക്ക് തിരിയുന്നത് ഇസ്ലാമിൽ നിന്നും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്.